The 16-bit flag of 8086 is responsible to indicate. 16-bit flag of 8086 is responsible to indicate. എന്തായിരിക്കും ആൻസർ വരിക? Condition of result of ALU, condition of memory, result of addition, result of subtraction. ഒരേ ഒരു ആൻസർ പറയുന്നുണ്ട്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിന്റെ കണ്ടീഷൻസ് ആണ് നമ്മൾ ഫ്ലാഗിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരിക. എല്ലാവരും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്യാരി ഫ്ലാഗ് ദ CF in 8086 is also known as. നിങ്ങൾക്ക് അറിയാം, ഞാൻ ആൻസർ അപ്പൊ തന്നെ പറഞ്ഞു. CF എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 8086ന്റെ CF. യെസ്, കണ്ടീഷൻ ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്, കോമൺ ഫ്ലാഗ്, സിംഗിൾ ഫ്ലാഗ്. ക്യാരി ഫ്ലാഗ് ആണ് ആൻസർ വരിക. അപ്പൊ ഈ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രോഗ്രാമറിന് ചോദിക്കുള്ളൂ. കാരണം നിങ്ങളെ സിലബസിൽ ആകെ 3 ടോപ്പിക്കേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ രജിസ്റ്റർ AX in 8086 is formed by grouping. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. The register AX in 8086 is formed by grouping. Option A, AH and AL, BH and BL, CH and CL, A and AB. Option A അല്ലേ? AHും ALും കൂടി കമ്പയർ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? AX കിട്ടുക. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ കുറച്ച് കൺഫ്യൂസിംഗ് ആവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കാം. The index register is used to hold. എല്ലാവരും ശ്രദ്ധിക്കണേ. ഓഫ്സെറ്റ് അഡ്രസ്, മെമ്മറി രജിസ്റ്റർ, സെഗ്മെന്റ് രജിസ്റ്റർ, ഓഫ്സെറ്റ് മെമ്മറി. അപ്പൊ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ പോയിന്റ് ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിന്റെ ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ പറഞ്ഞാലേ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ 4 നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇൻഡെക്സ് രജിസ്റ്റർ ഹോൾഡ് ചെയ്യുന്നത് മെമ്മറി രജിസ്റ്ററിന്റെ ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി. ഓക്കെ, അരുൺ പറഞ്ഞ കറക്റ്റ് ആണ്, ബി ആണ് ആൻസർ വരിക കേട്ടോ. ഇൻഡെക്സ് രജിസ്റ്റർ ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദി ഓഫ്സെറ്റ് അഡ്രസ്. ഈ ഓഫ്സെറ്റ് അഡ്രസ് ഉള്ള കോൺസെപ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അത് പറഞ്ഞാലേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ ഉള്ള കോൺസെപ്റ്റ് പറഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇൻഡെക്സ് രജിസ്റ്റർ ഹോൾഡ് ചെയ്യുന്നത് മെമ്മറി രജിസ്റ്റേഴ്സിനെയാണ്. പോയിന്റേഴ്സ് എന്നൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം, ബി ആണ് ആൻസർ വരിക. നമ്മൾ ഫിസിക്കൽ മെമ്മറി ഓർഗനൈസേഷൻ പറഞ്ഞില്ല കേട്ടോ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ 1 MB ഓഫ് മെമ്മറി ഇൻ 8086 ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡാഷ് സെഗ്മെന്റ്സ്. 5 എന്തായിരിക്കും ആൻസർ വരിക? നമ്മൾ ഓൾറെഡി ആ ഇൻഡെക്സ് രജിസ്റ്ററിന്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു. എത്ര സെഗ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് 1 MB മെമ്മറി ലൊക്കേഷൻസിനെ? പറയാൻ പറ്റുമോ? യെസ്, 1 KB, 64 KB, 33 KB, 34 KB. അപ്പൊ 64 KB ആണ് ഇതിന്റെ ആൻസർ വരിക. നിങ്ങൾ നോക്ക്, ഈ ഫിഗറിൽ തന്നെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് അല്ലെ. നമ്മൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞതാണ്. ഓരോന്നും 64 KB ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ 64 KB എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ IP ഈസ് ഡാഷ് ബിറ്റ് ഇൻ ലെങ്ത്. എന്താണ് IP? IP എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആണ്. എത്ര ബിറ്റ് ലെങ്ത് ആയിരിക്കും ഇൻസ്ട്രക്ഷൻ പോയിന്റർ? 8 ബിറ്റ്, 4 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ്. അപ്പൊ എല്ലാ രജിസ്റ്ററും 16 ബിറ്റ് ആണല്ലോ. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഡാഷ് ടു ആക്സെപ്റ്റ് ഡാറ്റ ഫ്രം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഇത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. വെദർ ഇറ്റ് ഈസ് എ മൾട്ടി പ്രോസസർ, മൈക്രോ പ്രോസസർ, പെരിഫറൽ, ഇന്റർഫേസസ്. മൈക്രോ പ്രോസസർ കറക്റ്റ് ആണ്, പക്ഷെ മൈക്രോ പ്രോസസറിൽ ഒരു സ്പെസിഫിക് പാർട്ടാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റയെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇന്റർഫേസസ്. അപ്പൊ ഇന്റർഫേസസ് യൂസ് ചെയ്തിട്ടാണ് എക്സ്റ്റേണൽ ഡിവൈസിൽ നിന്നുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇൻ വിച്ച് ഇയർ 8086 വാസ് ഇൻട്രൊഡ്യൂസ്ഡ്? അപ്പോ ഇത് മേ ബി എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 8086 സിലബസിൽ പറയുന്നത് കൊണ്ട് 1978, 1979, 1977, 1981. 1978 നമ്മൾ ആദ്യമായിട്ട് 8086 എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റാറ്റസ് രജിസ്റ്റർ ഈസ് ഓൾസോ കോൾഡ്. പറയാൻ പറ്റുമോ? അക്യുമുലേറ്റർ, സ്റ്റാക്ക്, കൗണ്ടർ, ഫ്ലാഗ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആൻസർ തന്നെയാണ്. സ്റ്റാറ്റസ് രജിസ്റ്ററിന്റെ വേറെ പേര്. യെസ്,
അരുൺ കറക്റ്റ് ആണ്. ഫ്ലാഗ്സ് സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്, ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡി ആണ് ആൻസർ വരിക. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് എലമെന്റ് വിത്തിൻ ദി മൈക്രോ പ്രൊസസർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് എലമെന്റ് വിത്തിൻ ദി മൈക്രോ പ്രൊസസർ? ഓപ്ഷൻ എ മൈക്രോ കൺട്രോളർ, ഓപ്ഷൻ ബി ALU, ഓപ്ഷൻ സി രജിസ്റ്റർ അറേ, ഓപ്ഷൻ ഡി കൺട്രോൾ യൂണിറ്റ്. എന്തായിരിക്കും ആൻസർ വരിക? യെസ്, ALU എന്നുള്ളത് മൈക്രോ പ്രൊസസറിന്റെ പാർട്ടാണ്, രജിസ്റ്റർ അറേയും മൈക്രോ പ്രൊസസറിന്റെ പാർട്ടാണ്, കൺട്രോൾ യൂണിറ്റും മൈക്രോ പ്രൊസസറിന്റെ പാർട്ടാണ്. സോ മൈക്രോ കൺട്രോളർ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് മൈക്രോ പ്രൊസസർ. രണ്ടും രണ്ടാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. 10. 11 നമ്മൾ പറഞ്ഞ കാര്യമാണ്. വിച്ച് ബസ് ഈസ് ബൈ ഡയറക്ഷണൽ? അഡ്രസ് ബസ്, കൺട്രോൾ ബസ്, ഡാറ്റ ബസ്, നൺ ഓഫ് ദി അബോവ്. അഡ്രസ് ബസ് ബൈ ഡയറക്ഷണൽ അല്ല കേട്ടോ ശ്രീജിത്ത്. അഡ്രസ് ബസ് യൂണി ഡയറക്ഷണൽ ആണ് എപ്പോഴും. കൺട്രോൾ ബസ് സംടൈംസ് ബൈ ഡയറക്ഷണൽ ആവാറുണ്ട്, പക്ഷെ ഓൾവേസ് ബൈ ഡയറക്ഷണൽ അല്ല. പക്ഷെ ഡാറ്റ ബസ് എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ്? ബൈ ഡയറക്ഷണൽ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? 11. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ. 12 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവിന്റെ കൂടെ തന്നെ പറയാൻ നിന്നതാണ്. വിച്ച് മൈക്രോ പ്രൊസസർ ഹാസ് മൾട്ടിപ്ലക്സ്ഡ് ഡാറ്റ ആൻഡ് അഡ്രസ് ലൈൻസ്? ഇതല്ല, വേറെ ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിച്ചത്. വിച്ച് മൈക്രോ പ്രൊസസർ ഹാസ് മൾട്ടിപ്ലക്സ്ഡ് ഡാറ്റ ആൻഡ് അഡ്രസ് ലൈൻസ്? 8086, 80286, 80386, Pentium. മൾട്ടിപ്ലക്സ്ഡ് ഡാറ്റ ആൻഡ് അഡ്രസ് ലൈൻസ് ഉള്ളത് 8086 കേട്ടോ. സെയിം 8086, അതായത് അഡ്രസ് ലൈൻസിനും ഡാറ്റ ലൈൻസിനും മേ ബി നമ്മൾ ഒരേ പിന്നുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 8086 ആണ് അതിന്റെ ആൻസർ വരിക. 12. 13 ശ്രദ്ധിക്കണേ. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എക്സിക്യൂഷൻ യൂണിറ്റ് ഇൻ 8086? വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എക്സിക്യൂഷൻ യൂണിറ്റ് ഇൻ 8086? ഓപ്ഷൻ എ ALU, ഓപ്ഷൻ ബി ക്ലോക്ക്, ഓപ്ഷൻ സി ജനറൽ രജിസ്റ്റേഴ്സ്, ഓപ്ഷൻ ഡി ഫ്ലാഗ്സ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, എക്സിക്യൂഷൻ യൂണിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എക്സിക്യൂഷൻ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണല്ലോ അതിന്റെ ആർക്കിടെക്ചർ വരുന്നത്. ആർക്കിടെക്ചറിൽ ഒരുപാട് രജിസ്റ്റേഴ്സ് ഓൾറെഡി വരുന്നുണ്ട്, ഫ്ലാഗുകൾ വരുന്നുണ്ട്, ALU വരുന്നുണ്ട്. അപ്പൊ ഏതാണ് ഇല്ലാത്തത് എന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. വളരെ ക്ലിയർ ആണ്, നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സിക്യൂഷൻ യൂണിറ്റിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്? ക്ലോക്ക് ആണ്. ബി ആണ് ആൻസർ വരിക. 13. ക്ലിയർ ആണല്ലോ? യെസ്. 14. 20-bit address bus can locate how many locations? പറയാൻ പറ്റുമോ? 14. ഓക്കെ, 2/20 ആണ്, അതായത് 1 MB ആണ് അല്ലെ. 2/20 എന്തിന് ഇക്വാലന്റ് ആണെന്ന് നോക്കിയാൽ മതി. 2/20 will be equivalent to 10,48,576 ലൊക്കേഷൻ. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ബാക്കി പോസിബിലിറ്റീസ് ഒന്നും കറക്റ്റ് അല്ല. 1 MB വെച്ച് തന്നെ നോക്കിയാൽ മതി. 1024 into 1024 into 1024. അപ്പോ 10,48,576 ലൊക്കേഷൻസ് പോസിബിൾ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരിക. ഓക്കെ. 15. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ 8086 ജനറൽ പർപ്പസ് രജിസ്റ്റർ? ജനറൽ ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോഡ് സെഗ്മെന്റ്, ഡാറ്റ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, അഡ്രസ് സെഗ്മെന്റ് എല്ലാം നമുക്ക് ഫെമിലിയർ ആണ്. ഒന്ന് മാത്രം നമുക്ക് ഫെമിലിയർ അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ 8086 ജനറൽ പർപ്പസ് രജിസ്റ്റർ? ഏതായിരിക്കും ആൻസർ വരിക? ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ AX, BX, CX, DX മാത്രമല്ല, കോമൺ ആയിട്ടാണ് പറയുന്നത് കേട്ടോ ഏതൊക്കെ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് അഡ്രസ് സെഗ്മെന്റ് ആണ്. അഡ്രസ് സെഗ്മെന്റ് എന്നുള്ള രജിസ്റ്റർ ഇല്ല ആക്ച്വലി 8086. ബാക്കി 3 രജിസ്റ്റേഴ്സും 8086 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ വരിക, അഡ്രസ് സെഗ്മെന്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 16. A 20-bit address bus allows access to memory capacity. എല്ലാവർക്കും അറിയാം 20-bit address bus allows access to memory of capacity. എത്ര വരിക? It's 1 MB. ഓപ്ഷൻ എ 1 MB അല്ലേ വരിക? യെസ്.
17ാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണെന്ന്. 17 കേട്ടോ. ഇത് എപ്പോഴും ചോദിച്ച് കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മൈക്രോ പ്രൊസസർ ആക്സെപ്റ്റ് ദി പ്രോഗ്രാം റിട്ടേൺ ഫോർ 8086 വിത്തൗട്ട് എനി ചേഞ്ചസ്? 8086 ഒരു ചേഞ്ചും ഇല്ലാതെ സെയിം ഇൻസ്ട്രക്ഷൻ സെറ്റും സെയിം പ്രോഗ്രാമിംഗും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഏത് ടൈപ്പ് മൈക്രോ പ്രൊസസർ ആണ്? 8085 എന്തായാലും അല്ല. കാരണം 8085 എന്താ 8-bit മൈക്രോ പ്രൊസസർ ആണ്. 8084, 8087, 8088. 8088 ആണ് എന്റെ ആൻസർ വരിക കേട്ടോ. അതായത് 8086ഉം 8086ഉം 8088 തമ്മിലുള്ള ആകെ ഡിഫറൻസ് അതിന്റെ മിനിമം മോഡ് മാക്സിമം മോഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി 8086 എന്താണോ ഫോളോ ചെയ്യുന്നത് അതേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതേ ഇൻസ്ട്രക്ഷൻ സെറ്റും ആണ് 8088 ഫോളോ ചെയ്യുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വിച്ച് മൈക്രോ പ്രൊസസർ ആക്സെപ്റ്റ് ദി പ്രോഗ്രാം റിട്ടേൺ ഫോർ 8086 വിത്തൗട്ട് എനി ചേഞ്ചസ്? അപ്പൊ നമ്മൾ 8086 എഴുതിയിരിക്കുന്നതിന്റെ പ്രോഗ്രാമുകൾ നമുക്ക് 8088 യൂസ് ചെയ്യാം, ഒരു ചേഞ്ചും ഇല്ലാതെ, അല്ലെ? 18ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഡു നോട്ട് എഫക്ട് എനി ഫ്ലാഗ്സ്? വിച്ച് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഡു നോട്ട് എഫക്ട് എനി ഫ്ലാഗ്? ഇതൊന്ന് നിങ്ങൾക്ക് നല്ലപോലെ ചിന്തിച്ചാൽ കിട്ടും. നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. വിച്ച് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഡു നോട്ട് എഫക്ട് എനി ഫ്ലാഗ്? എല്ലാവരും ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ആണ് അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻ. അരിതമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഡ്, സബ്ട്രാക്ട്, ഇതുപോലത്തെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെയാണ് അരിതമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ്, ഓർ, എക്സോർ, നോട്ട്, ഇതൊക്കെ ആക്ച്വലി എന്താ? ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എഴുതാണ് മൂവ് AX, BX. BX-ലെ കണ്ടന്റ് AX-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാണല്ലോ ഡാറ്റ ട്രാൻസ്ഫർ. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ JC, ജംബിഫ് ക്യാരി, ജംബിഫ് പാരിറ്റി, ജംബിഫ് നോ ക്യാരി, ഇങ്ങനത്തെ കുറെ ഇൻസ്ട്രക്ഷൻസ് ആണ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിൽ വരിക. അപ്പൊ ഇതൊക്കെ ശരിക്കും അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻ, രണ്ട് ഇൻസ്ട്രക്ഷൻസിനെ ആഡ് ചെയ്താൽ ഫ്ലാഗ് എഫക്ട് ചെയ്യും. രണ്ട് ഇൻസ്ട്രക്ഷൻ തമ്മിൽ ആൻഡ് ചെയ്താലോ ഓർ ചെയ്താലോ എക്സോർ ചെയ്താലോ ഒക്കെ എന്ത് എഫക്ട് ചെയ്യും? ഫ്ലാഗുകൾ എഫക്ട് ചെയ്യും. ക്യാരി ഫ്ലാഗോ പാരിറ്റി ഫ്ലാഗോ ഒക്കെ എഫക്ട് ചെയ്യും. നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ജംബിഫ് ക്യാരി, ജംബിഫ് നോ ക്യാരി എന്ന് പറയുന്നതിലും ആക്ച്വലി ഫ്ലാഗുകൾ എഫക്ട് ചെയ്യും. പക്ഷെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻ ഒരിക്കലും ഫ്ലാഗുകൾ എഫക്ട് ചെയ്യില്ല. കാരണം എന്താ? ഒരു ലൊക്കേഷൻ വേറെ ലൊക്കേഷനിലേക്ക് ഡാറ്റയെ നമ്മൾ കോപ്പി ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 18ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ. 19. The microprocessor can read or write data from or to. The microprocessor can read or write 16-bit data from or to. Option A memory, option B input output device, option C processor, option D register. ഏതിൽ നിന്നായിരിക്കും റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും ഒക്കെ? പ്യൂർലി മെമ്മറി. The microprocessor can read or write 16-bit data from memory or to memory. അല്ലെ? എ ആണ് വരിക. 20ാമത്തെ ക്വസ്റ്റ്യൻ. The 16-bit flag of 8086 microprocessor is responsible to indicate. The 16-bit flag of 8086 microprocessor is responsible to indicate. Option A condition of result of ALU, condition of memory, result of addition, result of subtraction. ഏതാ വരിക? ഏതാണ് റെസ്പോൺസിബിൾ ആവുന്നത്? കണ്ടീഷൻ ഓഫ് റിസൾട്ട് ഓഫ് ALU. അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ കറക്റ്റ് ആണ്. ഇത് റിപ്പീറ്റഡ് ആണ് അല്ലെ? ഓക്കെ, സോറി. ഫസ്റ്റ് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. 20. 21. സെലക്ട് ദി 8-bit മൈക്രോ പ്രൊസസർ. 21. ഇത് നമ്മൾ കമ്പാരിസണിൽ തന്നെ പറഞ്ഞതാണ്. 21 വരുന്നത് 8085 ആണ് ഒരു 8-bit മൈക്രോ പ്രൊസസർ. ഇത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇമെക്കിൽ വെച്ചാണ്. ഏകദേശം ഈ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി പ്രോഗ്രാമറിന്. 8085 ആണ് ആൻസർ വരിക. 22. ദ അഡ്രസ്സിംഗ് കേപ്പബിലിറ്റി ഓഫ് 8086 മൈക്രോ പ്രൊസസർ. HSST ഇലക്ട്രോണിക്സിൽ വെച്ച ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 2⁻20. ലാസ്റ്റ് ആണ് ഞാൻ
റിപ്പീറ്റഡ് PSC ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. 23 the Intel 8086 has dash line address bus data bus. The scientific assistant മെഡിക്കൽ ഡയഗ്നോസിസിന് വെച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമുക്ക് അറിയാം. ഇന്റൽ 86 എത്ര ഡാറ്റാ ബസ് ഉണ്ട്? 16 ലൈൻ ഡാറ്റാ ബസസ് ഉണ്ട് അല്ലെ? യെസ്. 24 in 8086 if you want to access 16-bit of accumulator you have to address it by doubt ഒന്നുമില്ല D. ISRO TA ഇലക്ട്രോണിക്സ് 2017 വെച്ച ക്വസ്റ്റ്യൻ ആണ് D. ഓക്കെ, ഇതൊക്കെ ജനറൽ ആയിട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കിടന്നിട്ടില്ല കേട്ടോ. ഒക്കെ ഈ പാർട്ട് കംപ്ലീറ്റ് ഈസി പാർട്ടാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. All the internal registers and address bus of 16-bit 8086 microprocessor are off. ഇത് ISRO TA വെച്ചാണ്. All internal registers and address bus of a 16-bit 8086 microprocessor are off. Yes, clear ആണ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 16 ബിറ്റും ഇന്റേണൽ രജിസ്റ്റർ എന്ന് പറയുന്നത് 16 ബിറ്റും അഡ്രസ് ബസ് എന്ന് പറയുന്നത് 20 ബിറ്റും ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. അപ്പൊ നമ്മൾ 25 ഒബ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്തു. ഏകദേശം ഈ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ ഇതൊന്ന് മാക്സിമം ചോദിച്ചിട്ടുള്ളൂ ഇത്രയും പാർട്ടിൽ നിന്ന്. ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.